ഓപ്പൺ സ്റ്റാൻഡ് ആണ്. ഇതിനകത്താണ് നമ്മൾ ഈ കുക്ക്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് ഇവിടുന്നാണ് പ്ലേസ് റെഡി ആയിട്ട് പുറത്തോട്ട് പോകുന്നത്. വാഷ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് വെക്കാനായിട്ടുള്ളൊരു സ്റ്റാൻഡും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം, പ്ലേറ്റ് വാഷ്. ആമസോൺ ഇപ്പോൾ റെസിഡൻഷ്യൽ മാത്രമല്ല കൊമേഴ്ഷ്യൽ കിച്ചണും നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആ കൊമേഴ്ഷ്യൽ കിച്ചൺ ചെയ്ത ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നോർമലി നമ്മളൊരു കിച്ചൺ ചെയ്യുമ്പം സാധാരണ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഗ്രാനൈറ്റ്. കാരണം അതിന് മുകളിലാണല്ലോ നമ്മൾ എപ്പോഴും കിച്ചൺ ഉപയോഗിക്കുന്ന സ്പേസ് കൂടുതലും ടോപ്പാണല്ലോ. ഇപ്പോൾ ഇത് ആക്ച്വലി പ്യുവർ SS ആണ് ഉപയോഗിച്ചത്. ഇവിടെ ഗ്രാനൈറ്റ് സംഭവമേ ഇല്ല. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പാണ്. ഇതിന് മുകളിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കട്ടിങ് ആണെങ്കിലും എന്ത് കാര്യങ്ങളും ചെയ്യാനും. കാരണം എന്തുകൊണ്ടാണത് ഈ ഒരു SS സ്കൂളിൽ ഉപയോഗിക്കുന്നത്, നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാൻ. കാരണം ഏറ്റവും കൂടുതൽ ക്രൗഡ് ഏരിയ എന്ന് വെച്ചാൽ എപ്പോഴും കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രെയിം ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ക്ലീൻ ചെയ്യാൻ നമുക്ക് എപ്പോഴും വളരെ ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോകണം. ഇപ്പോൾ ഈ കിച്ചൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 1 month മേളിലായി. ഇപ്പോൾ അവിടെ ആക്ച്വലി കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഒരു ഷൂട്ടിനൊക്കെ വേണ്ടി മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഒരു 1 hour നമ്മൾ ടോപ്പ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇതിൻ്റെ സ്റ്റൗ സിസ്റ്റം ഒക്കെ വളരെ വ്യത്യസ്തമായാണ്. ബർണറൊക്കെ ഇതിനകത്ത് നമ്മൾ നോർമൽ ബർണറും ഉണ്ട്, അതായത് ഹെവി ബർണറുണ്ട്. രണ്ട് രീതിയിലുള്ള ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് ഒക്കെ ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ബർണർ, ഇതിൻ്റെ വർക്ക് സിസ്റ്റമേ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ സാധാരണ രീതിയിലുള്ള ബർണറാണ് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഈ ഒരു കിച്ചൺ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ വേറൊരു രീതി തന്നെ ആയിരുന്നു കിച്ചണിൻ്റെ ലുക്ക്. നമ്മളിതെല്ലാം കംപ്ലീറ്റ് സൊല്യൂഷനാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്ലോർ മുതൽ വാള്, ഇലക്ട്രിക്കല്, ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ്സ്, സീലിംഗ്, ഇതെല്ലാം എൻറ്റയർ തിങ്സ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടെ മോഡേൺ രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കിച്ചണാണ് നമ്മളിപ്പം ചെയ്ത് കൊടുത്തേക്കുന്നത്. ഡെഫിനറ്റ്ലി ഇനി അങ്ങോട്ടുള്ള റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇതുപോലത്തെ കൊമേഴ്ഷ്യൽ ചെറിയ റെസ്റ്റോറൻ്റ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കിച്ചൺ ആമസോണിന് ചെയ്തു തരാൻ സാധിക്കും. മാത്രമല്ല അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ ഡ്രോയിങ്, അത് എങ്ങനെ ഇരിക്കും, 3D അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനിഷ്യലി നമ്മൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കിച്ചൺ ഡിസൈനൊക്കെ ചെയ്യുന്നത്. ബേസിക്കലി ഈ ഒരു കിച്ചണിൻ്റെ മേജർ കുക്കിംഗ് ഏരിയ ആണ് ഈ ഒരു സ്പേസ്. അവിടെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് 2 സൈഡാണ്. ഇപ്പോൾ 2 ഷെഫ് ഉണ്ടെങ്കിൽ 2 സൈഡായിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. അവർക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം റിമൂവബിൾ ആണ്. നമുക്കെല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്ന ടൈപ്പാണ് ഇതെല്ലാം ഫിക്സ് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മളിപ്പം എല്ലാ വാളിലും അപ് ടു 210 cm ഹൈറ്റിൽ വാൾ ടൈൽ വൈറ്റ് കളറാണ് ഒട്ടിച്ചേക്കുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. സോ അതുകൊണ്ടാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ടൈൽ മാക്സിമം കൊടുത്തേക്കുന്നത്. സോ ഈ കൊമേഴ്ഷ്യൽ കിച്ചൺ നമ്മുടെ സാധാരണ റെസിഡൻഷ്യൽ കിച്ചണിൻ്റെ അത്രയും ഹെവി ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. കാരണം വളരെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് നമ്മളിത് ഫാക്ടറിയിൽ മേക്ക് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ മെഷർമെൻ്റ് എല്ലാം പക്കയായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രശ്നം കാണിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിപ്പം ഇവിടെയും ഒരു ടോൾ യൂണിറ്റ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓവനും മൈക്രോവേവും എല്ലാം 2-3 മൈക്രോവേവ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ട്രാഫിക് അനുസരിച്ച് നമ്മൾ കൂടുതലും മെഷീൻസ് കൂടുതൽ ഉപയോഗിക്കും. ഓവൻ ഏറ്റവും അടിയിലാണ് കൊടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ റെസിഡൻഷ്യലിലും ഇങ്ങനെയുള്ള കിച്ചൺ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് ഈ പറഞ്ഞുള്ള ഈ വാട്ടറിൻ്റെ ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കിച്ചൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസോ അങ്ങനെയുള്ള ചെതലിൻ്റെ ഇഷ്യൂ അങ്ങനെ ഒന്നും വരത്തില്ല. പക്ഷേ നോർമലി ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ബാസ്ക്കറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്നേ ഉള്ളൂ. കാരണം കൂടുതലും വെക്കാനും എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. സോ ഇതാണ് കൊമേഴ്ഷ്യലിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതലും ഫിനിഷുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലും ഈ കുക്കിംഗ് ഏരിയയിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ആക്ച്വലി നമ്മളിപ്പം ഈ ഒരു സൈഡിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സെൻറ്റർ സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഗ്ലാസിൻ്റെ ഷെൽഫ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഓപ്പൺ സ്റ്റാൻഡ് ആണ്. ഇതിനകത്താണ് നമ്മൾ ഈ കുക്ക്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് ഇവിടുന്നാണ് പ്ലേസ് റെഡി ആയിട്ട് പുറത്തോട്ട് പോകുന്നത്. ആ രീതിയിലാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡിസൈനിങ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൻ്റെ നമ്മൾ നേരത്തെ കണ്ട കിച്ചണ് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഒരു സിങ്കിൻ്റെ പൊസിഷനായി കൊടുത്തേക്കുന്നത്. അവിടെ ഒരു വിൻഡോ ഒക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി. അത് മാത്രമല്ല ഈ വാഷ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് വെക്കാനായിട്ടുള്ളൊരു സ്റ്റാൻഡും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ റെഫ്രിജറേറ്ററും ഉണ്ട്, അതിൻ്റെ കൂടെ ഫ്രീസറും ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ നമുക്ക് ഈ വക കാര്യങ്ങൾ വാഷിംഗ് കൊടുത്തിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള വാഷിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രീസറുണ്ട്, റെഫ്രിജറേറ്ററുണ്ട്, വാഷ് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം വെക്കാനുള്ള സ്പേസ് എല്ലാം അത്യാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈൽസ് ഒക്കെ ഫിക്സ് ചെയ്തേക്കുന്നത്. കാരണം ഏറ്റവും ഓയിലി ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് സ്കിഡ് ചെയ്യാൻ പാടില്ല. ടോപ്പിൽ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
ഒരു 5 സ്റ്റാർ ലെവലിലാണ്. ഇത് വെച്ചാൽ ഒരു 5 സ്റ്റാർ കോൺസെപ്റ്റ് പോലെയാണ് നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കിച്ചന്റെ സെക്കൻഡ് കിച്ചണാണിത്. ഈ ഇവിടെ കുക്കിംഗ് ഒന്നും മേജറായിട്ടൊന്നുമില്ല. ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലീൻ ചെയ്ത അങ്ങോട്ട് പോകാനുണ്ടോ നമുക്ക്, ക്ലീൻ ചെയ്ത പ്ലേറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനും അതിന് ക്ലോത്ത് വെച്ചൊക്കെ തുടച്ച് നല്ല ഫിനിഷ് ചെയ്ത് വെക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കാരണം കൊമേഴ്ഷ്യൽ കിച്ചൺ ആകുമ്പം എപ്പോഴും കുറച്ച് ഹ്യൂജ് മെറ്റീരിയൽസ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം ഡയറക്റ്റ് വിസിബിലിറ്റി നമ്മൾ കാണാൻ വേണ്ടി ഗ്ലാസ് ആണ് ഫ്രണ്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ മാക്സിമം അകത്തോട്ടുള്ള എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, തുറന്നു നോക്കാതെ തന്നെ നേരിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പ്യൂരിഫയർ വെള്ളത്തിൻ്റെ പ്യൂരിഫയർ ടാങ്കും എല്ലാം മുകളിൽ, കാരണം താഴെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ മുകളിൽ തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമ്മളൊരു സിങ്ക് വെച്ചിട്ടുണ്ട്. ആ സിങ്കിനകത്താണ് ഇതിൻ്റെ വെള്ളവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് നമ്മൾ എടുക്കുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഈ ഒരു ഏരിയ സെയിം സൈസാണ്. ഈ ഒരു ഏരിയ നമ്മൾ ആ ഒരു അങ്ങോട്ട് കൊണ്ട് മിക്സ് ചെയ്യാതെ ഇവിടെ തന്നെ ക്ലീനിങ്ങും ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം. അതേപോലെ ഇതൊരു ക്രോക്കറി ഷെൽഫാണ്. റെസിഡൻഷ്യൽ ക്രോക്കറി ഭയങ്കര രസകരമായിട്ടാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് നോർമലി നമുക്ക് വലിയ ലോങ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ചെയ്തിട്ട് അതിനകത്ത് ഗ്ലാസ് ഷട്ടറൊക്കെയാണ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് വിസിബിലിറ്റി ഉള്ളതായിരിക്കും. ഇപ്പോഴും നമുക്ക് പലരും, കാരണം ഇന്ന് വരുന്ന ഒരാളല്ലായിരിക്കും നാളെ കുക്ക് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. മാത്രമല്ല ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ 2 ദിവസം നമ്മുടെ ഒരു ഷെഫ് ലീവ് എടുത്താലും അടുത്തൊരു ഷെഫ് വന്നാലും അവർക്കും ഈസി ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സാധനം നമുക്ക് പെട്ടെന്ന് ഇത് എവിടെ ഉണ്ട് അത് എവിടെ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ഈ ഒരു സൈഡ് ലോങ് റാക്കാണ് വെച്ചേക്കുന്നത്. കാരണം നമ്മൾ ഈ ടീ കോഫി ഗ്ലാസസ് അങ്ങനെയുള്ള പ്ലേറ്റ്സ് എല്ലാം അവിടുന്ന് നമുക്ക് അകത്തൊരു സംഭവം ഉണ്ട്, അതിനകത്ത് നിന്ന് വാഷ് ചെയ്ത് ഇവിടെയാണ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഇതൊരു ഓപ്പൺ ഷെൽഫാണ്. ഒരു ഗ്ലാസ് ഷെൽഫും ഉണ്ട്, ഓപ്പൺ ഷെൽഫും ഉണ്ട്. സോ ഇതിനകത്ത് ഇപ്പം 3 സെക്ഷൻ കണ്ടു. ഒരു വാട്ടർ പ്യൂരിഫയർ, വെള്ളം എടുക്കുന്ന രീതി, ക്രോക്കറി, ഹെവി സ്റ്റോറേജ്, ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഫുഡിൻ്റെ നമ്മുടെ കുക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു വലിയൊരു സ്പേസ്, ഇതെല്ലാം നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് കണ്ടു. ഇനിയാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം, പ്ലേറ്റ് വാഷ്. അത് വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണല്ലോ. അപ്പം അതിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ആ ഒരു ഹെവി ആയിട്ടുള്ള സ്ഥലം, പക്ഷെ നമുക്ക് അവിടെ എങ്ങനെ ഈസി ആയിട്ടാണ് നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ വാഷ് എന്ന് വെച്ചാൽ ഏറ്റവും എല്ലാ പ്ലേറ്റ്സും ഉപയോഗിച്ച് ഇവിടെ വന്നിട്ടാണ് എല്ലാം വാഷ് ചെയ്ത് ഇത് ക്ലിയർ ആയിട്ട് പോകുന്നത്. നമ്മൾ ആക്ച്വലി ഉപയോഗിച്ച പ്ലേറ്റ്സ് എല്ലാം ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇതിന്ന് വാഷ് ചെയ്ത് ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ സ്പേസ് കൊടുത്തേക്കുന്നത്, വലിയ വലിയ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യാനായിട്ടുള്ള ഈ സ്പേസ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ നമ്മൾ 2 സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് ഉണ്ട്, ഇവിടെ ഒരു സിങ്ക് ഉണ്ട്, ഇവിടെ. അപ്പോൾ 3 പേർക്ക് സുഖമായിട്ട് 3 സൈഡിൽ നിന്ന് വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനെക്കാട്ടും കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ഡിഷ് വാഷറും കൊമേഴ്ഷ്യൽ ഡിഷ് വാഷറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് പ്ലേറ്റ്സും കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് വാഷ് ചെയ്ത് നമുക്കെല്ലാം കിട്ടും. അത് നമ്മൾ ഈ ഒരു സെഗ്മെന്റിലോട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യാം. പക്ഷേ ഈ ഡിഷ് വാഷർ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഈ നമ്മൾ കഴിച്ചതിൻ്റെ വേസ്റ്റ് എല്ലാം ഇവിടെ വന്നിട്ട് ആ വേസ്റ്റ് ഈ സ്ഥലത്താണ് വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഇതിൽ നിന്നാണ് ഈ ഡിഷ് വാഷറിലോട്ട് പോകുന്നത്. ഇതിനകത്ത് മൾട്ടിപർപ്പസ് ആണ്. ഇതിനകത്ത് ഗ്ലാസും ബാക്കിയുള്ള എല്ലാ പ്ലേറ്റ്സും നമുക്ക് സെറാമിക് എല്ലാം വാഷ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിലാണ് നമ്മുടെ വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ സ്മെല്ലൊന്നുമില്ല. മാക്സിമം എയർ സർക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പ്ലേറ്റ്സ് വാഷ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഉപയോഗിക്കുന്ന കിച്ചണാണ്. 1 മന്തായി. ആ ഒരു രീതി ആയതുകൊണ്ടാണ് ഇപ്പം ഈ ക്രൗഡിനെ തന്നെ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. അങ്ങനെ തന്നെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലത്തെ കൊമേഴ്ഷ്യൽ കിച്ചൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. നല്ലൊരു കിച്ചൺ ഡിസൈൻ ചെയ്താൽ നല്ലൊരു ഫുഡ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും എല്ലാവരും ഈ രീതി ഫോളോ ചെയ്യുവാണെങ്കിൽ മച്ച് ബെറ്റർ ആയിരിക്കും.